വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്കായി ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ തെരച്ചിൽ നടക്കുകയാണ്. 4 മേഖലകളായിട്ട് തിരിച്ചാണ് തെരച്ചിൽ. അതേസമയം പ്രദേശം വാസയോഗ്യമാണോ എന്നറിയാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം പരിശോധനയും നടത്തും. ജോൺ മത്തായുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധിക്കുന്നത്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ ഉള്ളത് വയനാട്ടിലല്ലേ? അവിടെ ഈ വിദഗ്ധ സംഘത്തിന്റെ പരിശോധന അത് തുടങ്ങിയോ? എപ്പോഴാണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് കളക്ടറേറ്റിലാണ്, കൽപ്പറ്റയിലെ സിവിൽ സ്റ്റേഷനിലാണ്. ഇവിടെ അല്പസമയം മുമ്പ് മന്ത്രി കെ രാജൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇന്ന് ചാലിയാർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മുണ്ടേരി മുതൽ പരപ്പാൻപാറ വരെയുള്ള ഭാഗത്താണ് ഈ സാഹസികമായ തെരച്ചിൽ നടക്കുന്നത്. ഇന്നലെയും ഈ ദുഷ്കരമായ തെരച്ചിലിനിടയിൽ SOGയും അഗ്നിശമന സേനയും NDRFും ചേർന്ന് നടത്തിയ തെരച്ചിലിനിടയിൽ തലയോട്ടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ്. കാരണം അത്രമാത്രം ഈ 2 ആഴ്ച കൊണ്ട് ഇത് 15ാമത്തെ ദിവസമാണിന്ന്. സ്വാഭാവികമായി ദുഷ്കരമായി ഈ ദൌത്യം പുരോഗമിക്കുമ്പോൾ അങ്ങനെ മാംസം വേർപെട്ടു പോയ നിലയിലാണ് ഈ ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തുന്നത്. അതുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്ത് മാത്രമേ ഈ കണ്ടെത്തുന്ന മൃതദേഹഭാഗങ്ങൾ കൽപ്പറ്റയിലേക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളൂ. കാലാവസ്ഥ അവിടെ നിർണായകമായ ഒരു ഘടകമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എയർലിഫ്റ്റിങ്ങിന് കഴിയാതിരുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായി അതിനിടയിലാണ് ഈ മേഖലകൾ, ചൂരൽമലയും മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള മേഖലകൾ ജനവാസയോഗ്യമാണോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ജോൺ മൊത്തയുടെ നേതൃത്വത്തിലുള്ള ഭൌമസംഘത്തിന്റെ പരിശോധന നടക്കുന്നത്. മന്ത്രി AK ശശീന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നു. മിനിസ്റ്ററെ, ഇന്ന് 15 ദിവസമാകുകയാണ് ഈ തെരച്ചിൽ. ചാലിയാർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നതെന്നാണ് അറിയുന്നത്. ഇന്നലെയും ദാരുണമായ കാഴ്ചകളായിരുന്നു അവിടെ നിന്നുള്ളത്. അപ്പോൾ ഇന്ന് ഈ ഭൌമസംഘത്തിന്റെ ഒരു പഠനത്തിന് ശേഷം അവിടെ താമസയോഗ്യമാണ് എന്ന് വന്നാൽ ആളുകളെ അവിടേക്ക് വിടുമോ? എന്താണ് അക്കാര്യത്തിൽ ധാരണയായിട്ടുണ്ടോ? അല്ല, ഈ വിദഗ്ധ സംഘം നൽകുന്ന റിപ്പോർട്ടിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുക. കാരണം അവരുടെ ഉപദേശം വളരെ വിലപ്പെട്ടതാണ്. നമ്മളാരും ശാസ്ത്രീയമായി ഇത് പഠിച്ചവരല്ല. നമുക്കൊരു സാധാരണ മനുഷ്യന്റെ സാമാന്യ അറിവേ ഉള്ളൂ. അപ്പോൾ ആ അറിവ് വെച്ചല്ല ഫൈനൽ തീരുമാനമെടുക്കുക. ഫൈനൽ തീരുമാനമെടുക്കുന്നത് ഈ വിദഗ്ധ സംഘത്തിന്റെ, അത് വെലങ്ങാടായാലും വയനാട്ടിലായാലും നിലമ്പൂരായാലും അന്തിമ റിപ്പോർട്ട് നൽകേണ്ടത് ഇത്തരത്തിലുള്ള വിദഗ്ധ സംഘമാണ്. അപ്പോൾ അവർ കോമ്പറ്റന്റ് ആയിട്ടുള്ള ആളുകളാണ്. അവർ നൽകുന്ന റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ജില്ലാ ഭരണകൂടമായാലും സംസ്ഥാന ഗവൺമെന്റായാലും നടപടികൾ സ്വീകരിക്കും. ഒരു ചെറിയ സംശയം. ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്താണ്. സ്വാഭാവികമായി ഈ പരിസ്ഥിതി ലോല മേഖലകൾ സമാനമായ പല സ്ഥലങ്ങൾ ഈ വയനാടിന്റെ പല മേഖലകളിലുണ്ട്. അപ്പോൾ ഈ പഠനം ഒരു മേഖലയിൽ മാത്രം ഒതുങ്ങിയാൽ മതിയോ? അതോ അതിനൊരു സമഗ്രത കൈവരേണ്ടതല്ലേ? അല്ല, അതൊരു വിശാലമായ ചോദ്യമാണ്. പശ്ചിമഘട്ട മേഖലയുമായി ചേർന്ന് കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഇന്നലെ ബാംഗ്ലൂരിൽ ഒരു ഇന്റർനാഷണൽ സെമിനാർ ഉണ്ടായിരുന്നു. കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ഞാനതിൽ പങ്കെടുത്തിരുന്നു. അവിടെ വളരെ ഫലപ്രദമായ ചർച്ചകളാണ് വിഷയാടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ളത്. അവരുടെയും ഒരു കാഴ്ചപ്പാട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട, എക്കോളജിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിസ്മരിച്ചുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് കൂടുതൽ അപകട സാധ്യത ഉണ്ടാകാൻ ഇടയുണ്ട് എന്നാണ്. അത് അവരുടെ പഠനമാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ വളരെ സൂക്ഷ്മതയോടുകൂടിയ പ്രവർത്തനം മാത്രമേ പാടുള്ളൂ എന്ന് അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കാം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ഈ മേഖലയിൽ നടത്തേണ്ട കൃഷിയും സംബന്ധിച്ചുള്ള ഒരു പഠനം നടത്തുന്നതിനുള്ള വിദഗ്ധ സംഘത്തെ അയക്കാനും പഠിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഉത്തരാഖണ്ഡിലടക്കം പല സമയത്ത് ഇങ്ങനെ ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ജനവാസ മേഖലകളായിരുന്നില്ല. കേരളത്തെ സംബന്ധിച്ച് വെല്ലുവിളിയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുത്തുമലയായാലും അത് കഴിഞ്ഞപ്പോൾ ചൂരൽമലയായാലും ഇതെല്ലാം വലിയ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതുണ്ടാക്കുന്നത് പറഞ്ഞത് ശരിയാണ്. കാരണം മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യാ അനുപാതം വളരെ കൂടുതലാണ്. അപ്പോൾ ജനസാന്ദ്രത വർദ്ധിച്ചതിന്റെ ഫലമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നത് താങ്കൾ സൂചിപ്പിച്ച കാര്യം ശരിയാണ്. ഞങ്ങളും അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും അത്തരത്തിലാണ്. ആ ഒരു പഠനം പൂർത്തിയായതിനു ശേഷം മാത്രമേ ഏത് തരത്തിലായിരിക്കുള്ള നടപടികളായിരിക്കാം എടുക്കാമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുകയുള്ളൂ. മറ്റൊരു കാര്യത്തിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഏതാണ്ട് 400-ലധികം കന്നുകാലികൾ
ഈ പ്രദേശങ്ങളിലൂടെ, അതായത് ചൂരൽമല, മുണ്ടക്കൈ, അതോടൊപ്പം തന്നെ ഈ പുഞ്ചിരിമട്ടം ഭാഗങ്ങളിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. കാരണം അവർ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾ, അതിനെ ഈ കന്നുകാലികൾ അവിടെ ഉപേക്ഷിക്കപ്പെട്ടതാണ്, അതിനെ നോക്കാൻ ആരുമില്ല, അനാഥരായിപ്പോയ കന്നുകാലികളാണ്. അതിന് കൊടുക്കാനുള്ള ഭക്ഷണവുമായി ഈ ക്ഷീര വികസന വകുപ്പിന്റെ അടക്കം നേതൃത്വത്തിൽ ഈ ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കുമൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ മറ്റേ കന്നുകാലി തീറ്റയും മറ്റുമാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു കാര്യം അതായത് ഈ ജന്തുജാലങ്ങളെ കൈവിടാൻ കഴിയില്ല, കാരണം വേദന ഉളവാക്കുന്ന കാഴ്ചകളാണ്. നിങ്ങൾ എവിടെ നിന്നാണ് ഇത് എത്തിച്ചിരിക്കുന്നത്? നമ്മളിതിപ്പോൾ ക്ഷീരവികസന വകുപ്പ് വയനാട് ജില്ലയാണ് ഈ ജൂലൈ 30-ന് ശേഷം ഈ ദുരന്തത്തിൽ മനുഷ്യരോടൊപ്പം തന്നെ ഒരുപാട് മൃഗങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ബാക്കിയായ മൃഗങ്ങൾക്കുള്ള കാലിത്തീറ്റ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അഭ്യുദയകാംക്ഷികൾ, അതുപോലെ തന്നെ കേരള ഫീഡ്സ്, മറ്റു സർക്കാർ, അതുപോലെ തന്നെ സഹകരണ സ്വകാര്യ കാലിത്തീറ്റ, ഇതിപ്പം പാലക്കാട് ജില്ലയിലുള്ള ഒരു അരുവി ഫീഡ്സ് ആണ് സംഭാവന ചെയ്തേക്കുന്നതാണ്. ഇത് 3 ലോഡ് കാലിത്തീറ്റ, അതുപോലെ തന്നെ വൈക്കോല്, അതുപോലെ പിന്നെ പട്ടിക്കും പൂച്ചക്കും കൊടുക്കാനുള്ള തീറ്റ അടക്കം അഭ്യുദയകാംക്ഷികൾ സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ഞങ്ങൾ അവിടെ ആ സ്പോട്ടിൽ ഇപ്പൊ ഞങ്ങൾ ചൂരൽമല എത്തിക്കാൻ വേണ്ടി പോവുകയാണ്. സ്വാഭാവികമായി ഇത്തരം കാഴ്ചകളാണ്. കാരണം അതിജീവനം തേടുന്ന മനുഷ്യർക്കൊപ്പം കന്നുകാലികളെ കൂടി പരിഗണിക്കുകയാണ്. കാരണം അത്രമാത്രം വേദന ഉളവാക്കുന്ന കാഴ്ചകളാണ്. അതിന് വെള്ളം കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ ഒന്നും ആരുമില്ലാത്ത സാഹചര്യം കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ക്ഷീരവികസന വകുപ്പിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള നടപടികൾ കൂടി ഉണ്ടാകുന്നത്. എന്തായാലും ഇന്നലെ ഉച്ച കഴിഞ്ഞ് 2 മണി വരെയായിരുന്നു തെരച്ചിൽ നടന്നത്. ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ തരത്തിലായിരിക്കും ഇന്നും മുണ്ടേരി ഫാം മുതൽ പരപ്പാൻപാറ വരെയുള്ള ഭാഗത്ത് സാഹസികമായ ദൌത്യം. ഇതിൽ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വിദഗ്ധ പരിശീലനം നേടിയ ആളുകൾക്ക് മാത്രമേ ഈ ദുഷ്കരമായ മേഖലകളിൽ ഇത്തരത്തിലുള്ള ഒരു തെരച്ചിലിന് നേതൃത്വം കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് NDRFന്റെയും SOGയുടെയും പോലീസിന്റെയും പരിശീലനം നേടിയ ആളുകളുടെ സാന്നിധ്യത്തിൽ 60 അംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ തെരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.